അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, സഹോദര സഹോദരന്മാരെ, മുഹമ്മദീയ സമുദായത്തെ മുസീബത്തിൽ തൊട്ടിട്ടു ആകാശഭൂമികൾ മലക്കുകൾ ഉൾപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത്. അപ്പൊ സഹാബത്ത് കേർത്തി, എന്താണ് മുസീബത്ത്? അത് എന്തിനു മുസീബത്ത്? അത് എന്തുകൊണ്ട് ആകാശഭൂമി ഉൾപ്പെട്ടിട്ട്? அதுக்கு നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ദഹാബ റമദാന് പോണ്ടത്, റമദാന് വിട്ടു പോണ്ടത് കൊണ്ടായിരിക്കും മുഹമ്മദീയ സമുദായത്തിലുള്ള വലിയ മുസീബത്ത്. തീർച്ചയായിട്ടും റമദാൻ ഞങ്ങൾ വിട്ടുപോയിട്ട് റമദാനിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ആയതുകൊണ്ടിട്ടു ഈ ഹദീസ് ഞങ്ങൾ പഠിച്ചിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമൽക്കുള്ള ഒരു ശക്തി ഒന്നുകൂടി ഊണൽ നൽകരുത്, ഞങ്ങൾക്ക് ഒരു ശക്തി നൽകരുത്. അപ്പം ആയതുകൊണ്ടായിരിക്കും ഈ ഹദീസ് പഠിക്കരുത്. അപ്പോൾ സഹാബത്ത് കേർത്ത് അയ്യ മുസീബത്തിൻ ഹിയ, അതേത് മുസീബത്തായിട്ടിരിക്കരുത്. അപ്പൊ നബി ചൊന്ന്, ദഹാബ റമദാന് പോണ്ടതിൽ മുഹമ്മദീയ സമുദായത്തിലുള്ള വലിയ മുസീബത്ത് റമദാന് പോണ്ടത്. കാരണം ഫഇന്ന ദഅവാതു ഫീഹി മുസ്തജാബാത്തും, അതിൽ പ്രാർത്ഥന ഉത്തര കിട്ടതായിട്ടിരിക്കല്. മാത്രമല്ല വസ്സദഖാതു മഖ്ബൂലത്തുൻ, സദഖ സ്വീകരിക്കപ്പെട്ടതായിട്ടിരിക്കല്. മാത്രമല്ല വൽ ഹസനാതു മുളഅഫത്തുൻ, ഹസനത്തുകൾ നല്ല നല്ല സൽപ്രവർത്തനങ്ങൾക്ക് കൂലി ഡബിൾ കിട്ടതായിട്ടിരിക്കല്. മാത്രമല്ല വൽ അദാബു മഗ്ഫൂറൻ, ദോഷങ്ങൾ തട്ടപ്പെട്ടതായിട്ടിരിക്കല്. ഈ മാസം ഇത്രയും ബഹുമാന്യമേറിയ ഈ തിങ്കൾ ഞങ്ങൾ നിന്ന് വിട്ടുപോകുമ്പോഴത്തേക്കു ആകാശ അള്ളാഹു പടച്ച ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അള്ളാഹു, ആ ആകാശങ്ങളും ഭൂമിയും മാത്രമല്ല മലായിക്കത്തുൽ കിറാം ഉൾപ്പെട്ടാറ് ഇത്രയും നല്ല തിങ്കൾ വിട്ടുപോയിട്ടുണ്ടല്ലേ. ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ മുഅ്മിനീങ്ങളെ, അതായത് ഫീഹി ദഅവാത്തുൻ മുസ്തജാബാത്തുൻ, ഈ റമദാനിൽ ഏത് സമയത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ അള്ളാഹു ഉത്തരം നൽകടാ, അതിലൊരു സംശയമില്ല, സംശയം തീരെയില്ല. ഇത് ഹദീസിലെ പശ്ചാത്തലത്തായിരിക്കും മുഅ്മിനീങ്ങളെ. മാത്രമല്ല വസ്സദഖാതു മഖ്ബൂലത്തുൻ, എന്ത് സദഖ കൊടുത്താറ അത് സ്വീകാരാർഹമായിട്ടുള്ള സദഖായിരിക്കും മുഅ്മിനീങ്ങളെ. മാത്രമല്ല വൽ ഹസനാതു യുളഅഫ്, നിങ്ങൾ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ സ്ഥാനത്തിലും ഒരു ഫർള് ചെയ്തെങ്കിൽ എളുവും ഫർള് നിസ്കരിച്ച കൂലി, ഫർളാക്കിയ കൂലി കിട്ടണക്കത്തെ. ഈ മാസം പോകുമ്പോഴത്തേക്ക് മുഹമ്മദീയ സമുദായത്തിലുള്ള മുസീബത്ത് വന്നിട്ടില്ലേ. അപ്പം ആയതുകൊണ്ടിട്ടു ഞങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ഈ റമദാനിൽ ഓരോ അമലാക്കേണ്ടത്. ഉദാഹരണക്ക് വൽ ഹസനാത്തു മുളഅഫ്, ഇരട്ടിക്കപ്പെട്ടത് ചൊല്ലുമ്പോഴത്തേക്കും കൂടെ സവും നോമ്പുടെ വിഷയത്തിൽ എടുക്കാം. അതായത് ഇദാ സുംത ഫൽയസും സംഉക വബസറുക വലിസാനുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, നീ നോമ്പ് നോക്കുകയാണെങ്കിൽ നിന്റെ കാത് നോമ്പ് നോക്കണം. മാത്രമല്ല ഉപസറുക്ക, നിന്റെ കണ്ണ് നോമ്പ് നോക്കണം. വലിസാനുക്ക, നിന്റെ നാവ് നോമ്പ് നോക്കണം. എന്തുകൊണ്ട്? മിനൽ കദിബി വൽ മഹാരിം, കളവിൽ നിന്നും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും. അപ്പൊ ബെടക്ക് പലക്ക ഞങ്ങളെ കാത് കൊണ്ടിട്ട് ഈ നോമ്പ് പിടിച്ചിട്ട് കേക്കൊക്കെ തീറാ. ഈ ആയത്ര ഫസ്റ്റ് ചൊല്ല് വെറും നോമ്പിടെ ചുരുങ്ങിയ രൂപം എന്താ ചൊല്ലെങ്കിൽ ഭക്ഷണ പാനീയ അല്ലെങ്കിൽ അന്നപാനീയ, ഞങ്ങൾ തിന്നൊരു ഭക്ഷണം ജ്യൂസ് ഐറ്റംസ് ഇപ്പാട്ടത് മാത്രം നോമ്പല്ല. ഞങ്ങളെ കാതുക നോമ്പാവണം, കണ്ണുക നോമ്പാവണം, ഞങ്ങളെ നാവുക നോമ്പാവണം. ഇത് ഹദീസായിട്ട് സ്പഷ്ടം. നാവിടെ നോമ്പ് ചെന്നെങ്കിൽ, കാതിര നോമ്പ് ചെന്നെങ്കിൽ, കണ്ട നോമ്പ് ചെന്നെങ്കിൽ, അതായത് മഹാരിമിലെ തൊട്ട് ഹറാമായ കാര്യങ്ങളെ തൊട്ടിട്ടു ഞങ്ങൾ തടഞ്ഞു നിൽക്കണം. നാവ് അനിൽ കദിബ്, നാവിടെ തൊട്ടിട്ടു, കളവിടെ തൊട്ടിട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ കളവ് പറഞ്ഞു തീരാ. മാത്രമല്ല പ്രത്യേകിച്ചിട്ട് റമദാനിൽ കളവ് ചെന്ന് ഒരു കളവ് ചെന്ന നോമ്പ് പോയിത്ത്, നാവിടെ നോമ്പ് പോയിത്ത്. ഭക്ഷണ പാനീയായി ഉപേക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ പരിശുദ്ധ മുഅ്മിനീങ്ങൾ. അപ്പൊ അതായിരിക്കും ഇങ്ങനെയുള്ള ഡബിൾ ഇരട്ടിയുള്ള അമലുകൾ കിട്ടിയ ഈ മാസത്തിൽ ഞങ്ങൾ അതിരെ തൊട്ടിട്ട് അനിൽ മഹാരം ഹറാമിനെ തൊട്ടിട്ടു കാത്തിയുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ നോമ്പ് അക്സെപ്റ്റഡ് ബൈ, അതായത് സ്വീകാരാർഹമായിട്ടിരിക്കുന്ന ഞങ്ങളുടെ നോമ്പ്. ഫസ്റ്റ് ചൊന്നത് മുസ്തജാബാത്ത്, റമദാനിൽ പ്രാർത്ഥന ഉത്തര കിട്ടതായിട്ടിരിക്കട്. ഇനി പ്രാർത്ഥനയിലേക്ക് വരാം പരിശുദ്ധ മുഅ്മിനീങ്ങളെ. പ്രാർത്ഥന ചൊന്നെങ്കിൽ പ്രാർത്ഥന ചൊല്ലത്
പ്രാർത്ഥന ചൊല്ലത് ഒരു ഇബാദത്തായിട്ട്. വഖാല റബ്ബി ദുഉനി, പിന്നെ ഉദൂനി അസ്തജിബ് ലക്കും. അള്ളാഹു വിശുദ്ധ ഖുർആൻ ചൊല്ലി, ഉദൂനി നണ്ടിട്ട് നിങ്ങൾ കേൾക്കൂ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകടെ. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് നണ്ടിട്ട് കേൾക്കൂ, ഞാൻ നിങ്ങൾ ഉത്തരം ചൊല്ലേ. ആര് ചൊല്ലി? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചൊല്ലി, ഞങ്ങൾക്ക് നിങ്ങൾ കേൾക്കൂ, ഞാൻ ഉത്തരം നൽകടെ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചോണ്ട് കേൾക്കാൻ റെഡിയില്ല? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് ചൊല്ലി, ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നീ നല്ലായാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരിക്കലും ഫസാദാക്കരുത്. ഈ കാലമേ ഫസാദ്, വിമർശനാതീതമായിട്ടുള്ള ഇന്നത്തെ കാലം. ഇത് പ്രസംഗിക്കുന്നതും ಈ ಕ್ಲಾಸ್ ಇರ್ಕೊಳ್ಳೋದು ഒരു ವಿಮರ್ಶನ. ಮೊಸರಿನಲ್ಲಿ ಕಲ್ಲಿ ಹುಡುಕಿದಂತೆ ಎಂದ್ರೆ ಮನುಷ್ಯರ ಬಾಯಲ್ಲಿ ತಪ್ಪು ಬಂದುಂಟು, ಹೊರತಿ ಇನ್ನೊಡ್ಸಲ್ ಮುಂದೆ ಮತ್ತು ಅವಳ ಬಾಯಲ್ಲಿ ತಪ್ಪು ಬಂದಂಗೆ ಅದರ ಸೀದಾ ಇನ್ನೊಡ್ಸಲ್ ರೆಕಾರ್ಡ್ ಹಾಕಡೆ. അങ്ങനത്തെ കാലമായിട്ട് ഇന്നത്തെ കാലം. അപ്പൊ അത് പാടില്ലാണ്ട് കേട്ടിട്ടും പിന്നെയും ബാധ ഇസ്ലാമില്ല, നീ നല്ലായാൽ പിന്നെയും ദുനിയാവുൽ ഫസാദാക്കടെങ്കിൽ ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഫസാദാക്കരുതേ. മാത്രല്ല അപ്പർ ചൊല്ലെ ആ വിശുദ്ധ ആയത്തിലെ അപ്പർ ചൊല്ലെ വദഉ ഖൗഫൻ വതമഅൻ, വദഉ നീ അല്ലാഹുവിനെ തേടണം, ഖൗഫൻ പേടിച്ചിട്ട്, വതമഅൻ പ്രതിഫലക്കിട്ട് ചൊല്ലെ പ്രതീക്ഷിച്ചിട്ട്. അങ്ങനെ തേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. എന്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ ചൊന്നെങ്കിൽ ഇഹ്സാൻ, ഞങ്ങളെ ചാനൽ, ഞങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് ഇഹ്സാൻ ആയിട്ടിരിക്കും, ഹസനാത്തായിട്ടിരിക്കും. ഹസനത്തിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പാട്ടത് ഹസനത്തെ കുറിച്ചിട്ട്. മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്, ഈ നല്ലത് ചൊന്ന എന്റെ നബിയെ. അപ്പ പിന്നെ നബി ചൊന്തു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. ഇഹ്സാൻ ചൊന്നെങ്കിൽ നീ അള്ളടെ കണ്ടതുപോലെ ആരാധന ആക്കണം. ഇന്ന് അള്ള നിന്റെ കണ്ടില്ല കണ്ടെങ്കിൽ, നീ അള്ളടെ കണ്ടില്ല കണ്ടെങ്കിൽ അള്ള നിന്റെ കണ്ടോണ്ടുള്ള. ഫഇന്നഹു യറാ. ആറ് ഉസ്താദാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പിന്നെ ഉസ്താദാകുന്ന നബി ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വിട്ടിക്ക് ചൊല്ലാൻ പലക്കായിട്ട് കിട്ടിയത്. ഇഹ്സാൻ ചൊന്നയാണ് ഞങ്ങൾ അള്ളടെ കാണേണ്ടതുപോലെ ആരാധിക്കണം. അള്ളടെ ഞങ്ങൾ കാണില്ല എന്നെങ്കിൽ അള്ള ഞങ്ങൾ നോക്കിയിട്ട് പോകുക. അതാണ് ഇഹ്സാൻ. അതായിരിക്കും ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഹസനാത്ത് ചൊന്നത്. ഇത് പത്താൾക്ക് ദഅവത്താക്കൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരു ചാനലായിട്ട് നിങ്ങൾ ഇതിൽ ഷെയർ ആക്കിയിട്ട് പത്താൾക്ക് ഞങ്ങൾ ദഅവത്താക്കണം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ദഅവത്ത് മാത്രം, നല്ല നന്മ മാത്രം. അതുകൊണ്ട് ചെന്ന ഖുർആനിൽ വദഉ ഖൗഫൻ വതമഅൻ, പിന്നെ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇഹ്സാൻ നല്ല ഞങ്ങൾക്ക് റഹ്മത്ത് ഖരീബായിട്ട് അർത്ഥമായിട്ട്. അപ്പൊ നിങ്ങൾ ദുആർക്കോറു, പേടിച്ചിട്ടും പ്രതിഫലാശയത്തിൽ ദുആർക്കോറുണ്ട്. ദുആർക്കുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവണം. എങ്ങനെ? അതായത് ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന ആക്കുമ്പോൾ നേരത്തെ ചൊന്ന പ്രാർത്ഥന ചൊല്ലതൊരു ഇബാദത്തല്ലേ. അപ്പൊ നിങ്ങൾ ദുആർക്കൊന്ന് പഠിച്ചിട്ടൊട്ടിക്ക് ഇജാബത്ത് കൊണ്ടിട്ട് പിന്നെ ദുആർക്കൊന്നു മൂഖിനീന ബിൽ ഇജാബ, നക്ക് ഉത്തര പഠിച്ചോ തണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ ഉറപ്പായിട്ട് മൂക്കിനായിട്ട് യഖീനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുന്നതല്ല, പ്രത്യേകമായിട്ട് ഈ മാസത്തിൽ. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ ദുആർക്കിടെ ആളായിട്ടിരിക്കണം. പ്രത്യേകമായിട്ട് ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട്, ഇന്നത്തെ കാലം അനുസരിച്ചിട്ട് അല്ലെ, ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം യുദ്ധഭീതിയിലായിട്ടേക്ക് വെസ്റ്റേൺ അല്ല, ഞങ്ങളെ മിഡിൽ ഈസ്റ്റ്, ഇറാനും മറ്റുള്ള പാശ്ചാത്യ അമേരിക്ക, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഇറാനൊക്കെ അടിക്കൽ കൊണ്ടിട്ട് യുദ്ധമായിട്ടുണ്ട് പരിശുദ്ധ മുഅ്മിനീങ്ങളെ. ആ യുദ്ധത്തെ ഭീതിലിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് മുസ്ലിം സമുദായത്തെ സംരക്ഷണകോസ്കരം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്ത് പ്രാർത്ഥന? അള്ളാന്റെ പ്രവാചകർ ചൊല്ലേ, പിന്നെ അദ്ദുആഹു സിലാഹുൽ മുഅ്മിൻ, ദുആ ചൊന്നെങ്കിൽ ഒരു മുഅ്മിന്റെ, യഥാർത്ഥ മുഅ്മിന്റെ പിന്നെ ആയുധായിട്ടിക്കട്, ഒരു ഖഡ്ഗായിട്ടിക്കട്. അദ്ദുആഹു സിലാഹുൽ മുഅ്മിൻ. മാത്രമല്ല വൈമാദുദ്ദീൻ, ഒരു ദീന്റെ തൂണം, ഒരു ദീന്റെ നിലനിൽക്കണമെങ്കിൽ ദുആ ഉണ്ടാവണം. ദുആ ഇല്ലെങ്കിൽ ഇബാദത്തിലല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മാത്രമല്ല വനൂറു സമാവാതി വൽ അർദ്,
ആകാശഭൂമിന്റെ ഒരു പ്രകാശമായിട്ട് ഈ ദുആ ചൊല്ലത്. ഏത് സമയത്തിലും ദുആക്ക് അള്ളാഹു ഇജാബത്തുണ്ട്. പക്ഷെ ഇജാബത്ത് കിട്ടിയ സമയ അള്ളാഹു വിശുദ്ധ ഖുർആൻ ചൊല്ലു. ബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിയുടെ മക്ക ദുആർക്കുമ്പത്ത് വസിയത്തപ്പോ ഞാൻ പിന്നീട് ദുആർക്ക ചൊല്ലി യാക്കൂബ് നബി മക്കൾ. അപ്പോ പിന്നീട് സമയം കൊണ്ടുള്ള വിവക്ഷ അവിടെ തഫ്സീറിൽ ചൊല്ലി. അത് സഹറിന്റെ സമയം, അത്താഴ സമയത്തേക്ക്. അത്താഴ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്നാമത്തെ ആകാശത്തേക്ക് ಬಂದು ಎಂದ್ರೆ ನನ್ನ ಅಡಿಮೆ ಎಂದ್ರೆ ಕೇಟಾರ ಅದು ನಾನು ಕೊಡ್ಕೊಡೆ, ಹಂಗ ತೌಬ ಕೇಟಾರ ಅದು ನಾಕೆ ಕೊಡ್ಕೊಡೆ, ಹಂಗ ದುആ എന്ത് ഇജാബ്, അതായത് പിന്നെ ദുആ കൊണ്ടുള്ള ഉദ്ദേശം എന്തിന് അങ്ങ് ആ സമയത്തിൽ കേട്ടാൽ അത് കൊടുക്കൂടെ. കൃഷത്തെ മിനികളെ ആറ് ചൊല്ലേ അള്ളാന്റെ റസൂൽ ചൊല്ലെ ഒന്നാമത്തെ ആകാശത്തിൽ അള്ളാന്റെ റഹ്മത്തെ ഇറങ്ങിടും. അപ്പൊ ഞങ്ങൾ എന്ത് പേടിച്ചെങ്കിൽ ഞങ്ങൾ ദുആ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം. ഞങ്ങൾക്ക് ദുആ ഇറക്കണം. അതായത് ദുആക്ക് ഇജാബത്ത് കിട്ടുമെങ്കിൽ ബഹുമാനപ്പെട്ട പിന്നെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ നബിയൊട്ടിಗೆ ചൊന്തു, ನನ್ನ ದುಆತಿಗೆ ಇಜಾಬತ್ತಿಲ್ಲ ನಬಿ, ನಾ ದುಆ ನೋಡ್ತಿಲ್ಲ, ലാ അസ്തജീബ് പിന്നെ അതു അല്ലാഹു ഫീ ലാ അസ്തജാബ് ദുആ, എന്നിട്ട് ദുആത്തിക്ക് ഇജാബത്തില്ല. അപ്പ നബി ചൊന്തു, അതായത് പിന്നെ തർക്കു, അതായത് ഇജ്തനിബുൽ ഹറാം, ഹറാമിനെ ഉപേക്ഷിക്കണം. ഹറാമ് പള്ളിയിൽ കടന്നെങ്കിൽ നബി ചൊല്ലിയ പോലെ ഹറാം ഒരു മനുഷ്യരെ പള്ളിയിൽ ഒരു ഭയത്തിൽ കടന്നെങ്കിൽ 40 നാൾ അവന്റെ ദുആത്തിക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. ഹറാമിനെ തൊട്ടിട്ട് ഞങ്ങൾ കാക്കട്ടുന്നുണ്ട് ദുആ പഠിച്ചിട്ട് ദുആക്കുമ്പോഴത്തേക്കും. മാത്രമല്ല ഞങ്ങളെ സഹോദരൻ പുറത്ത് ദുആ കൊണ്ട് വസിയത്താക്കിയ അത് ഞങ്ങൾ ദുആറിനെ പറ്റും. കാരണം ഞങ്ങളെ സഹോദരന്റെ അഭാവത്തിൽ ഞങ്ങൾ അവനക്ക് ദുആർക്കിടമ, ആ ദുആറ ഞങ്ങൾക്കും ആമീൻ മിസ്ല ദാലിക അത് നിക്കു സർട്ടുണ്ട് മലായിക വന്ന് ചൊല്ലവിടെ. അപ്പൊ ആ ദുആ ഇജാബത്തുള്ളതായിരിക്കും. പിന്നെയും ഒരു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമു സന്തതിയിൽ ഒരാൾ ദുആർ നോട്ടിക്കുമ്പോഴത്തേക്കും തലക്കടിച്ചിട്ട് ദുആർ നോട്ടിക്കുമ്പോഴത്തേക്കും അള്ളാഹ് ഇജാബത്ത് നൽകിയിട്ടില്ല. അപ്പൊ അള്ളാഹുടെ മൂസാ നബി അലൈഹി സ്വലാം ചൊന്തു, യാ റബ്ബേ ഓന്റെ ദുആക്ക് നീ ഉത്തരം നൽകിയാൽ. അപ്പൊ അള്ളാഹ് ചൊന്തു, ഓരോ ദുആർക്കിടെ മാത്രം ഓന്റെ ഹൃദയത്തിൽ മനസ്സാന്നിധ്യം ഇല്ല. ദുആർക്ക് മൊത്തം മനസ്സാന്നിധ്യം ഉണ്ടാവാം. കൃഷത്തെ മുഅ്മിനീകളെ എത്രത്തോളം ചെന്നെങ്കിൽ മനസ്സാന്നിധ്യം എത്രത്തോളം ചെന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് നബിയുടെ ഹദീസിൽ ചൊല്ലേ, നിശ്ചയമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജാവുക കൈ ഇങ്ങനെ ഉൾപ്പാട്ടിട്ടുള്ള പോലിനാക്കിയ ദുആത്ത്, പോലിനാക്കിയ തെറ്റ് പകൽ പോൽ സമയത്തിലാക്കിയ പിന്നെ തപ്പുകോസ്കര നേരെ മറിച്ചിട്ട് പിന്നെ പകൽ അള്ളാഹു കൈ ഇങ്ങനെ കാത്തോണ്ടുള്ള ജാവുകാക്കി തെറ്റ് കൊണ്ടിട്ട് ഹദീസിൽ പഠിപ്പാട്ട് മനികളെ. അപ്പൊ ഇത് കൊണ്ടിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടിയ ഈ സമയത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ആയിരക്കണക്കിന് ഹദീസുകൾ, എത്രയോ ആയത്തുകൾ ദുആക്ക് വിഷയത്തിലുണ്ട്. അപ്പൊ ദുആ ഇബാദത്തായിട്ട് ദുആർക്കൊരു പരസ്പരം ദുആർക്കൊരു മനസാന്നിധ്യത്തോട് ദുആർക്കൊരു എല്ലാം പ്രത്യേകിച്ചിട്ട് റമദാന്റെ ഓരോരോ നിമിഷം പിന്നെ ബർക്കത്താകപ്പെട്ട നിമിഷമായിട്ട് ഞങ്ങളുടെ സ്വന്തം ഇതിനടുത്തടെ അസഹ്യ പിന്നെ അതിനടുത്തടെ അവഹേളന അതിരേകമായിട്ട് ഇല്ലാണ്ട് ഫിത്ന ഫസാദ് ഇല്ലാത്ത ഒരു ജീവിതത്തിൽ ഞങ്ങൾ ദുആർന്ന് കൊണ്ട് ഇജാബത്ത് നൽകിയിട്ട് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ചൊന്നിട്ടു ഇതിലെ 10 ആൾക്ക് തെരിപ്പാട്ടെനിക്ക് തുറപ്പത്തിലാക്കവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.